നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വീണ്ടും മഞ്ജി തിരുനക്കരെ തന്നെ പറഞ്ഞ പോലെ ആണല്ലോ കാര്യങ്ങള്. എടി നിനക്കും ആ ദേവിക പുതത്തിനും ഇപ്പൊ ആവശ്യം എന്താ? എങ്ങനെയാ പാവം പിടിച്ച ശരത്ത് മോനെ കുറ്റക്കാരനാക്കും? അയ്യോ, ഇങ്ങനെയുണ്ടോ മനുഷ്യന് മനസ്സമാധാനം കൊടുക്കാത്ത ജന്മങ്ങള്? അവര് തന്നെയായിരിക്കും ആരെങ്കിലും കൊണ്ട് അസ്ഥിത്തറ പൊളിപ്പിച്ചതും ആ കലശം കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചതും. സൈക്കോ അല്ലേ, നല്ല ഒന്നാന്തര സൈക്കോ. നീ വെറുതെ അനാവശ്യം പറയരുത്. ദേവികയ്ക്ക് എന്തിനാ സുധിയുടെ ചിതാഭസ്മ കലശം? പിന്നെ ശരത്തേന് എന്തിനാ അത്? മ്യൂസിയത്തിന് കൊടുക്കാനോ അതോ തെങ്ങിന് വളം ഇടാനോ? നീ എന്ത് പറഞ്ഞടി? എന്താണ് നീ കാണിച്ചത്? നിന്റെ ഏട്ടന്റെ ജീവനാതില്. ഇത് രണ്ടാമത്തെ തവണയോ ആ നശിച്ച സ്ത്രീ കാരണം നിങ്ങൾ എന്നെ തല്ലുന്നേ? ആരടി നിങ്ങള്? എന്റെ മേല് നൊന്താ എനിക്ക് അങ്ങനെ പറയുന്നേ സൗകര്യമുള്ളൂ. തർക്കുത്തരം പറഞ്ഞ നീ ഇനിയും മേടിക്കും. പിന്നെ എന്നാ പിശാചിനെ ഞാൻ കൊല്ലും. നീ ആദ്യം ഞങ്ങളെ കൊല്ലടി, എന്നെ മനോഹരേട്ടനെ. മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? ഞങ്ങളും നിങ്ങളും. എന്റെ പാർവതി, നീ ഒന്ന് നിർത്ത്. പോയവനെ പോയി. അതിന്റെ പേരിൽ ജീവിച്ചിരിക്കുന്നവരെ അലോഹ്യം ഉണ്ടാക്കുന്നത് എന്തിനാ? ആ, നിത്യമോള് പറഞ്ഞതുപോലെ ഇത് ദേവികയുടെ കളിയാ. ശരത്തിനെതിരെയുള്ള പുതിയ ബുദ്ധി. ഓരോരോ കാരണങ്ങള് ഇതുപോലെ ഉണ്ടാക്കിയാലല്ലേ അച്ഛന് ശരത്തേട്ടനോട് ദേഷ്യം കൂടുള്ളൂ. ഇത്ര പൊളിച്ച് കലശം എടുത്തു. എന്നിട്ട് അവസാനം അത് അവരുടെ കയ്യിൽ ആരോ ഭദ്രമായിട്ട് ഏൽപ്പിച്ചു പോലും. നട്ടാക്കുരുക്കാത്ത നുണ പറയാൻ അവര് പണ്ടേ മിടുക്കിയാണല്ലോ. ഇത് ശരത്തേട്ടൻ ഇവിടുന്ന് പുറത്താക്കാനുള്ള പുതിയ നീക്കമാ. പുറത്താവേണ്ടവരൊക്കെ പുറത്താവുക തന്നെ ചെയ്യും. ആ, അതാ എനിക്കും പറയാനുള്ളത്. അധികം താമസിയാതെ അവരിവിടുന്ന് പുറത്താവും. നമുക്ക് കാണാം. എന്തായാലും എന്റെ മനസ്സ് ചുട്ട് ഞാൻ പറയാ, എന്റെ കുഞ്ഞിനോട് ഇത് ചെയ്തത് ആരായാലും എന്റെ കൺമുന്നിൽ ഞാനത് കാണും. ഓ, ഇതെന്താ ശപിക്കാൻ ഇവളാരാ? ദുർവാസാവിന്റെ പെങ്ങളോ? എടി കൊച്ചേ, നീ ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. നിന്നെ തല്ലുകൊള്ളിച്ചതിനെ ദേവിക പൂതത്തിനൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട്. അവരെ ഞാൻ വെറുതെ വിടില്ല. ഈ കാണിച്ച കള്ളക്കളിക്ക് നല്ല ഒന്നാന്തരം മറുപടി ഞാൻ കൊടുക്കും. പാവ ശരത്തേട്ടൻ. അതെ അതെ, എന്തുമാത്രം വേദനിച്ചു കാണും ശരത്തുമോന്റെ മനസ്സ്. എന്നാലും എവിടെയായിരിക്കും അവരാ കലശം കൊണ്ട് ഒളിപ്പിച്ചത്? എന്തായിരിക്കും അവരുടെ യഥാർത്ഥ ഉദ്ദേശം? ആ, ഉദ്ദേശമൊക്കെ നമ്മൾ ചിന്തിച്ചത് തന്നെ. ഇനി അതിൽ വല്ല കൂടോത്രം ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോന്നാ എന്റെ പേടി. ആ യക്ഷി അതും ചെയ്യും. അടിച്ചിറക്കും ഞാൻ അവരെ. ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് തന്നെ അത് നടക്കും. നടത്തും ഞാൻ. ശരത്ത് മോൻ ഫോൺ ചെയ്യുകയാണോ അതോ സംഗീതം ആസ്വദിക്കുകയാണോ? ഗെയിം കളിക്കുകയാണേ. ഓ, ഇതിലൊക്കെ എന്തോന്ന് ഗെയിം? അതിലും വലിയ ഗെയിമല്ലേ ശരത്ത് മോൻ ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നു. അച്ഛന് കൂടുതലും എന്നെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ്. അയ്യോ പാവം, ഈ അച്ഛനെ വെറും ഒരു മണ്ടനാ. മോനെ ശരത്തെ, എന്റെ മോന്റെ അസ്തിത്വം തകർക്കാൻ കൊട്ടേഷൻ കൊടുത്തത് നീയാണോന്ന് ഞാൻ കണ്ടുപിടിക്കും. നീയാണെന്ന് എനിക്ക് 90% ഉറപ്പാ. ഓ, ആണെങ്കിൽ പൊന്നുമോനെ ശരത്തെ. പിതാശ്രീ അപ്പോ യുദ്ധത്തിന് വന്നാന്നോ? നിനക്കറിയത്തില്ലടാ എന്റെ ശരിക്കുള്ള സ്വഭാവം. ചുമ്മാ വരട്ടാണ് മൂപ്പിയെന്നേ. അന്നേ ഞാൻ പറഞ്ഞു, തീർക്കാൻ തീരുമാനിച്ച ഞാൻ തീർക്കുമെന്ന്. എന്റെ മകളെ കരുതിയാടാ നായേ നിന്നെ ഞാൻ തീർക്കാത്തത്. ആ, ഓർക്കണം. ഓർത്ത് തന്നെ എന്നോട് പെരുമാറണം, ബഹുമാനിക്കണം.
കൈവിട്ട ആയുധം വാവിട്ട വാക്ക്. ഇത് രണ്ടും തിരിച്ചെടുക്കാവില്ലെന്ന് നമ്മുടെ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. 6-ാം തമ്പുരാനില്. തൽക്കാലം ഇവിടുത്തെ തമ്പുരാൻ ഞാനാ. നിന്നെ ഞാൻ വാഴിക്കത്തില്ലടാ തമ്പുരാനായിട്ട്. നിന്നെ എങ്ങനെ പൂട്ടണമെന്ന് എനിക്കറിയാം. അച്ഛൻ ശ്രമിക്കച്ച. അച്ഛനെ ഞാനിപ്പോ ഇടച്ചങ്ങൾ ഇട്ട് പൂട്ടിയേക്കോ. നീ ചെവിയെ നുള്ളിക്കോ ശരത്തെ. കൊടും ചതികളാ നീ എന്നോട് ചെയ്യുന്നതും ചെയ്തതും. ഓ, നിരഞ്ജൻ ഡോക്ടർ എനിക്ക് തന്ന പണം ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോ കള്ളനോട്ടായി മാറിയതിന് പിന്നിൽ നീയാണോന്ന് എനിക്ക് സംശയമുണ്ട്. ഇതൊക്കെ അച്ഛൻ കണ്ടുപിടിക്കച്ച. അല്ലെങ്കിലേ ഒരു സിറ്റിംഗ് ജഡ്ജിയെ അന്വേഷണ കമ്മീഷനായിട്ട് വെക്ക്. തൽക്കാലം അച്ഛൻ ചെന്ന് ഷുഗറിന്റെ ഗുളികയും കഴിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. ഇച്ചിരി കഴിയുമ്പോഴേ എനിക്കൊന്ന് പുറത്തു പോണം. പാതിരാ മീറ്റിംഗ് കാണും കള്ളന്മാരുടെ യൂണിയന്റെ. അതെ, എനിക്കിട്ട് പണിയുന്നവർക്ക് തിരിച്ച് മറുപണി പ്ലാൻ ചെയ്യാതെ എനിക്ക് ഉറക്കം വരത്തില്ല. അതുകൊണ്ട് അച്ഛൻ ചെല്ല്. ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. ഓ, കൃത്യസമയത്ത് അമ്മ വിളിച്ചല്ലോ. ചെന്ന് അമ്മയെ ആശ്വസിപ്പിക്കേ. മനോഹരേട്ടാ, ശരത്തെ, ഞാൻ വീണ്ടും പറയാ, നിന്റെ കളി നിർത്തിക്കോ. അതിന് ഞാൻ കളി തുടങ്ങിയിട്ടില്ലല്ലോ അച്ഛാ. ഇപ്പൊ നടക്കുന്നതേ വെറും വാമപ്പ് മാത്രം. സന്നാഹ മത്സരം. യഥാർത്ഥ ഗെയിം ഉടനെ ഓണാവും. മനോഹരേട്ടാ, മനോഹരേട്ടൻ ചെല്ല് മനോഹരേട്ടൻ അങ്ങോട്ട്. മനോഹരേട്ടാ. എന്താ പാർവതി? ആ, അച്ഛനെ നിന്ന നിപ്പി കാണാതായപ്പോ അമ്മ അങ്ങ് പേടിച്ചുപോയി. ആ, പാർവതിക്ക് പിന്നെ പേടി മാത്രമാണല്ലോ സമ്പാദ്യം. ഞാൻ ഭാവി മരുമകന്റെ മുറി വരെ ഒന്ന് പോയതാ. എന്തിന്? ആ നീചനോട് എന്ത് പറയാൻ? ചോദിക്കേണ്ട പാർവതി അവനോട് നമ്മുടെ മകന്റെ അസ്തിത്വ തകർത്താനെ കുറിച്ച്. അവനോട് ദൈവം ചോദിച്ചോളും. ഇവനൊക്കെ ദൈവത്തിന് പോലും പേടിയ പാർവതി. എന്നിട്ട് അവൻ എന്തു പറഞ്ഞു? എന്ത് പറയുന്നുള്ളത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അമ്മേ. ചിതാഭസ്മ കലശത്തിന്റെ കാര്യവും അമലെന്ന് പറയുന്ന ആ പയ്യന്റെ കാര്യവും ഒക്കെ പറഞ്ഞപ്പോ എന്നോട് തർക്കിച്ച പോലെ തർക്കിച്ചു കാണും. അച്ഛൻ എന്തിനാ അവനോട് സംസാരിക്കാൻ പോയത്? ചെയ്യുന്ന കള്ളത്തരങ്ങൾ എന്തെങ്കിലും സമ്മതിക്കുന്ന ഒരാളാണോ ശരത്ത്? എവിടെയും പിടിച്ചു നിൽക്കാൻ അറിയാവുന്ന നല്ലൊരു കള്ളൻ. ചോദിക്കാതെ എനിക്ക് ഉറങ്ങാനാവുമോ മോളെ? നെഞ്ചിനകത്ത് മുളകരച്ച് പുരട്ടി നീറ്റല്ല. സുധിമോന്റെ അസ്തിത്വ തകർത്തതിന് പിന്നിലെ അവന് പങ്കുണ്ടെങ്കിൽ ഒത്തി കീറണ്ടേ അവനെ. മോളെ, എന്താ? ഈ ഗജ ഫ്രോഡിന് അക്ഷര ഹോസ്പിറ്റലിൽ ഇപ്പൊ എന്താ ബന്ധമെന്ന് തിരക്കി വെക്കണം. സുധിമോന്റെ ഒപ്പം നടന്നിട്ട് അവൻ സുധിമോനെ ചതിച്ച് വീഴ്ത്തിയതാണെന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്കും ആ സംശയം ഇല്ലാതില്ല അച്ഛാ. അതും കണ്ടെത്തണം. അന്നത്തെ അപകടവും സുധിയേട്ടന്റെ മരണവും നടന്നതാണോ അതോ നടത്തിയതാണോ എന്ന്. എന്റെ വീട്ടിൽ നിന്ന് എന്റെ മകളെ പരിചയാക്കി നിർത്തി എന്നെ വെല്ലുവിളിക്കുന്നവനവൻ. വിഷവൃക്ഷത്തിന്റെ കൊമ്പ് മുറിച്ചിട്ട് കാര്യമില്ല, അതിന്റെ വേരറുക്കുക തന്നെ വേണം. എന്റെ പൊന്നു സമറേ, നീ എന്നെ ഭ്രാന്തനാക്കരുത്. ഒരു കാര്യം ആ ശേഖരന് പറഞ്ഞ ചതിനോട് പറയരുതെന്ന് 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ? എടാ, അവൻ ഡബിൾ ഏജന്റാ. 1-ാം തരം ഇരുതല മൂരി. തല കൊണ്ട് കൊത്തും, വാല് കൊണ്ട് കുത്തും. ആ, ശരി, വെക്ക്, ഞാൻ വിളിക്കാം. ഓ, അല്ല, എവിടെ അവൻ? അമൽ, നിന്ന് കഥകളി കാണിക്കാതെ കാര്യം പറടാ.
അതെന്നാ അമലിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവൻ്റെ വീട് വരെ ഒന്ന് പോയി. പക്ഷേ അവനെന്താടാ ചത്തുപോയോ? അതല്ലണ്ണ, അവനിനി നമ്മളോട് വരില്ല എന്ന് പറഞ്ഞു.